10-12 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോഴാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ചേച്ചി ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഇതായിട്ട് പറയുന്നത് ഞാനൊരു നല്ല അമ്മയാണ് എന്ന് ചേച്ചി ധൈര്യപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു പാരന്റിങ്ങിൽ, അതായത് ചേച്ചി ഒരുപാട് സ്ട്രഗിൾസിനിടയിലാണ് ഈ രണ്ട് മക്കളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചേച്ചി ശ്രദ്ധിച്ചത്? കാരണം അവരാണെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശ്രദ്ധ വേണ്ട സമയത്ത് ചേച്ചി ബിസി ആയിട്ടുണ്ടാകാം. അപ്പം ചേച്ചി അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? അല്ല, അവര് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ അത്രയും ബിസി അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ അവര് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ അത്ര വലിയ ബിസി അല്ലായിരുന്നു. ഞാൻ വീട്ടിലും ഉണ്ടാവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവരൊരു ഏജ് സ്വഭാവത്തിന് വ്യത്യാസം വരുന്നതോടൊരു ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു തുടങ്ങും. അപ്പോഴാണ് ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവരെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമില്ലാത്ത ഇൻസ്പിറേഷൻ ഉണ്ടാവും പലപ്പോഴും പലയിടത്തു നിന്നൊക്കെ. അതിലൊക്കെ വീണ് പോയാലേ ഇപ്പൊ ഒരു നോട്ടമാകാം, ഒരു ചിരിയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ, ഇതിലൊക്കെ അവർ പെട്ടുപോയാല്, ഒരു പ്രാവശ്യം പെട്ടുപോയാൽ തീർന്നു. അത് നമുക്ക് ഇത് നിയന്ത്രിക്കുന്നതിൽ നമുക്കൊരു ഏജും ഉണ്ട്. ഈ കുട്ടി ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ നമ്മളുടെ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഏജ്, കുട്ടി എന്നുള്ള ഏജ് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിമിഷം വരെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നാളെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.